ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അങ്ങനെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഈ യാത്രയുടെ 6ാമത്തെ സംസ്ഥാനത്തിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഛത്തീസ്ഗഡാണ് ആ സംസ്ഥാനം. എവിടെ വെച്ചാണ് ഇതിൻ്റെ അതിർത്തി, തെലുങ്കാനയുടെ അതിർത്തി കടന്നത് എന്ന് മനസ്സിലായില്ല. എല്ലായിടത്തും ഒരു ചെക്ക് പോസ്റ്റോ അല്ലെങ്കിൽ RTOൻ്റെ ഒരു പോസ്റ്റൊക്കെ കാണാറുള്ളതാ. അത് ഒന്നും തന്നെ കണ്ടില്ല. അതുകൊണ്ട് എവിടെ വെച്ച് പാസ് ചെയ്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വരുന്ന വഴി ഒരു സോളാർ പാടം കണ്ടത്. റായ്പൂരിന് എത്തണേക്കാട്ടും മുമ്പായിട്ടാണ് ഈ സോളാർ പാടം കണ്ടത്. അത് ദുർഗ് ഡിസ്ട്രിക്റ്റിലെ ചന്ദ്ര എന്ന സ്ഥലത്താണിത്. NTPCയുടെയും സെയിൽ, അതായത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അവരുടെയും 50% നിയന്ത്രണത്തിലുള്ളതാണ് ഈ സോളാർ പ്ലാന്റ് കമ്പനി. ഇനിയുള്ള യാത്ര ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലൂടെ ആണ് കൂടുതലായും യാത്ര ചെയ്യുന്നത്. ഛത്തീസ്ഗഡ് മധ്യപ്രദേശിനെ വിഭജിച്ച് ഉണ്ടാക്കിയ സംസ്ഥാനമാണ്. 2000 നവംബർ 1 ആണ് ഈ സംസ്ഥാനം രൂപീകരണം കൊണ്ടത്. അതുപോലെ ഇതിന് 33 ജില്ലകളുണ്ട്. ഈ സംസ്ഥാനത്തിന് 93 അസംബ്ലി മണ്ഡലവുമുണ്ട്. രാജ്യത്തെ തന്നെ 3ാമത്തെ വലിയ വനമേഖലയുള്ള സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. അങ്ങനെ നമ്മൾ റായ്പൂർ സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. സിറ്റിയിലെ ചില ഭാഗങ്ങളെല്ലാം ഇപ്പോൾ കണ്ട പോലെ കൊച്ചു വീടുകളും, പിന്നെ എല്ലാ സിറ്റികളിലും കാണുന്ന പോലെ വഴിയോര കച്ചവടക്കാരും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരു ടൗണിൽ കൂടെയുള്ള ഒരു പാസേജാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവരും വളരെ ബുദ്ധിപരമായാണ് ഇതും ചെയ്തിരിക്കുന്നത്. ആ ടൗൺ മുറിച്ച് മാറ്റപ്പെടാതെ അതിൽ മണ്ണ് തുരന്നെടുത്ത് അണ്ടർ പാസേജ് അങ്ങനെയാണ് ഉണ്ടാക്കിയാണ്. നമ്മുടെ അവിടെ പോലെ 2 സൈഡ് കെട്ടി ഉയർത്തി മുകളിൽ കോൺക്രീറ്റ് ചെയ്യല്ല ചെയ്തത്, എന്നിട്ട് മണ്ണിട്ട് നിറയ്ക്കല്ല. ഇത് ശരിക്കും അണ്ടർ പാസേജ് എന്ന് പറഞ്ഞാൽ അണ്ടറിലേക്കൂടെ തന്നെ പാസ് ചെയ്ത് നമ്മൾ മുകളിൽ കയറുന്നു. അതിൻ്റെ പാസിങ്ങിലൊക്കെ മഴവെള്ളമൊന്നും പെയ്ത് അവിടെ ഇറങ്ങാതിരിക്കാൻ ഒത്തിരി നീളത്തിൽ ഷീറ്റ് അടിച്ചിരിക്കുന്നു. അത് വളരെ ചിത്രപ്പണിയോട് കൂടിയിട്ടുള്ള ഒരു വീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, നവംബർ 1, 2000 ആണ്ടിലാണ് ഈ സംസ്ഥാനം മധ്യപ്രദേശിൽ നിന്ന് വേർപ്പെടുത്തി ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചതെന്ന്. ഇന്ന് ഇന്ത്യയിൽ തന്നെ റെയിൽവേയിലൂടെ ഏറ്റവും കൂടുതൽ ചരക്ക് ലോഡിംഗ് നടക്കുന്ന സംസ്ഥാനം കൂടിയാണ്. അതുപോലെ തന്നെ ഭിലായ് പോലെ റായ്പൂർ, ബിലാസ്പൂർ, കോർബ, റായ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഉരുക്ക് നിർമ്മാണം വളരെ ശക്തമാണ്. അതുകൊണ്ട് സ്റ്റീൽ മേഖലയുടെ കേന്ദ്രമായി ഇന്ത്യയിലെ സ്റ്റീലിൻ്റെ ഏറ്റവും വലിയ വിപണി കൂടിയായി ഈ റായ്പൂർ. സ്റ്റീൽ ഉൽപ്പാദന ശേഷി ഓരോ വർഷവും 55 ലക്ഷം ടൺ ശേഷിയുള്ളതാണ്. അതുപോലെ ഇഷ്ടം പോലെ കൽക്കരി പാടങ്ങളുമുണ്ട്. രാജ്യത്ത് കൽക്കരി ഉൽപ്പാദനത്തിൻ്റെ 2ാം സ്ഥാനവും ഈ ഛത്തീസ്ഗഡിലെ ഈ റായ്പൂർ പ്രദേശത്താണ്. സിമൻറ്റ് ഉൽപ്പാദനത്തിൻ്റെ 50% ഈ സംസ്ഥാനത്തിൻ്റെ സംഭാവന കൂടിയാണ്. ഒരു തിരക്കുള്ള സിറ്റിയാണ്. റോട്ടിലെല്ലാം കുറച്ച് നേരമായി നല്ല ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിലൂടെയാണ് നമ്മൾ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മെല്ലെ ഈ ബ്ലോക്കൊക്കെ കണ്ട് ചരിത്രവും കേട്ട് മെല്ലെ മുന്നോട്ട് പോകാം. ഇവിടെയും പ്രത്യേകിച്ച് വലിയ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. ബിസിനസ് കേന്ദ്രം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാല ഭിലായ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റാണ് ഭിലായിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ JP സിമൻറ്റ് ഫാക്ടറി, ഓറിയൻ്റ് സിമൻറ്റ് ഫാക്ടറി തുടങ്ങി ഒത്തിരി വ്യവസായവും ഇവിടെ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് ഭിലായിലെ ജുമാ മസ്ജിദ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനം ജാർഖണ്ഡാണ്. നമുക്ക് ജാർഖണ്ഡിൽ രാജ്ഗാര എന്ന സ്ഥലത്ത് നിന്ന് ഇരുമ്പയിര് ഇവിടെ വരുന്നുണ്ട്.
അതുപോലെ തന്നെ നന്ദിനി എന്ന സ്ഥലത്ത് നിന്ന് ചുണ്ണാമ്പുകല്ലും, ജാരി എന്ന സ്ഥലത്ത് നിന്ന്, അതും ജാർഖണ്ഡിലെ ഒരു സ്ഥലമാണ്, അവിടെ നിന്ന് ഇഷ്ടംപോലെ കൽക്കരിയും, ബാലാഘാട്ടിൽ നിന്ന്, മധ്യപ്രദേശിലുള്ളതാണ് ബാലാഘാട്ട്, അവിടെ നിന്ന് മാംഗനീസും, കൂടാതെ കോർബ താപനിലയവും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വൈദ്യുതിയും ഇഷ്ടംപോലെ കിട്ടുന്നത് കാരണം ഇവിടെ തണ്ടുല എന്ന കനാലിൽ നിന്ന് വെള്ളവും ഇഷ്ടം പോലെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭിലായ് വ്യവസായങ്ങളുടെ ഒരു ഈറ്റില്ലമായി മാറിയിരിക്കുകയാണ്. ഭിലായിൽ ഇന്ത്യൻ റെയിൽവേക്കായി റെയിൽവേ നിർമ്മിക്കുന്ന വലിയ പ്ലാന്റ് ഇവിടെയുണ്ട്. അത് നമ്മുടെ ട്രെയിൻ ഓടുന്ന റെയിൽ നിർമ്മിക്കുന്ന പ്ലാന്റാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിർമ്മിച്ച റെയിൽ മുഴുവനായും കൂട്ടിവെച്ചാൽ ഭൂമിയുടെ ചുറ്റളവിൽ 8 പ്രാവശ്യം ചുറ്റാം എന്നാണ് പറയപ്പെടുന്നത്. റായ്പൂരിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 9-ാം നൂറ്റാണ്ട് മുതൽ റായ്പൂർ നഗരം നിലവിലുണ്ട്. റായ്പൂർ ഭരിച്ചിരുന്ന രാമചന്ദ്ര രാജാവിൻ്റെ മകൻ ബ്രഹ്മദേവ് റോയ്, ഈ പേരിൽ നിന്നാണ് റായ്പൂരിന് ഈ പേര് വന്നത് എന്നും പറയപ്പെടുന്നു. റായ്പൂർ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഈ റായ്പൂർ. അതുപോലെ കാലാവസ്ഥ വേനൽക്കാലത്ത് 41 ഡിഗ്രി സെൽഷ്യസും അതിൽ കൂടുതലും വരുന്ന ഒരു പ്രദേശമാണ്. തണുപ്പുകാലമായാൽ 5 ഡിഗ്രി വരെ ഇത് താഴാറുമുണ്ട്. കേരളത്തിലെ പോലെ തന്നെ ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടുത്തെ വർഷക്കാലം. അതുപോലെ തന്നെ ദേശീയപാത 6 കൊൽക്കത്ത, മുംബൈ, റായ്പൂരിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ റായ്പൂർ സിറ്റിക്ക് അടുത്ത് തന്നെ അടൽ നഗർ അല്ലെങ്കിൽ നയാ റായ്പൂർ എന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന നയാ റായ്പൂർ ഛത്തീസ്ഗഡിലെ ആസൂത്രിത നഗരവും ഗ്രീൻഫീൽഡ് നഗരവുമായി ഉയർത്തി കൊണ്ടുവന്നിരിക്കുകയാണ്, മാറ്റിയെടുത്തിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാനും ഒരു പദ്ധതിയുണ്ട്. സിറ്റിക്ക് നടുവിൽ തന്നെ ഒരു ഭാരത് മാതാ സ്റ്റാച്ചു നിൽക്കുന്നുണ്ട്. ഈ ഭാരത് മാതാ സ്റ്റാച്ചു അതൊരു കുറച്ച് പേരെല്ലാം വന്ന് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. ഈ കാണുന്നതാണ് ഭാരത് മാതാ സ്റ്റാച്ചു. നമുക്ക് ക്ലോസായി ഒന്ന് കാണാം. സൈഡിൽ ഒതുക്കി വെച്ച് എൻ്റെ അടുത്ത് നടന്നു പോയി ഒന്ന് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് നേരെ റായ്പൂരിൽ നിന്ന് ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ പോകുന്ന വഴിയിൽ റായ്പൂരിൽ നിന്ന് 170 കിലോമീറ്റർ കഴിഞ്ഞ് സറൈപാലി എന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലായി ബാൻവാർപൂർ എന്ന വില്ലേജിലാണ് ഇന്ന് റൂം എടുത്തത്. കൃഷ്ണ പാലസ് എന്ന ഹോട്ടലാണ് ഇത്. ഉൾഭാഗത്തായ കാരണം AC അടക്കം ഡബിൾ റൂമിന് വെറും 700 രൂപ മാത്രമേ ഉള്ളൂ. ഭക്ഷണം അവിടെ തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു. നല്ല വെണ്ടക്ക കറിയും റോട്ടിയും ഡാൽ കറിയെല്ലാം കൂടി കഴിച്ച് നേരെ
അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ വീണ്ടും യാത്ര ആരംഭിച്ചു. സരായിപ്പാലയിൽ നിന്ന് 17 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ബാൻവാർപൂർ എന്ന് പറഞ്ഞ ഈ നമ്മൾ താമസിച്ച കൃഷ്ണ പാലസിലേക്ക്. ഇവിടെ നിന്ന് ഒത്തിരി ഗ്രാമീണ ഏരിയയിലൂടെയാണ് ഇന്നത്തെ യാത്ര. വഴിനീളം കാർഷിക മേഖലകളാണ് കൂടുതൽ. പാടങ്ങളാണ് കണ്ടത്. അതിലിപ്പോൾ വിളവൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം എന്താണ് കൃഷി ചെയ്തതെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്.